റവാഡ ചന്ദ്രശേഖരനെ സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിച്ചത് വിവാദമാകുന്നു. കൂത്തുപറമ്പ് വെടിവെപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് റവാഡയുടെ നിയമനം വിവാദമാകുന്നത്. മന്ത്രിസഭാ തീരുമാനത്തിന് പിന്നാലെ റവാഡയുടെ നിയമനം ചർച്ചയാക്കി സിപിഐഎം നേതാവ് പി ജയരാജൻ രംഗത്തെത്തി. കൂത്തുപറമ്പ് വെടിവെപ്പിൽ റവാഡയ്ക്ക് പങ്കില്ലെന്നാണ് സർക്കാർ വിശദീകരണം. കൂത്തുപറമ്പ് വെടിവെപ്പ് കേസാണ് റവാഡ ചന്ദ്രശേഖരനെ വീണ്ടും വിവാദത്തിൽ കുരുക്കിയത്. റവാഡയെ പോലീസ് മേധാവിയായി നിയമിച്ചതിന് പിന്നാലെ സിപിഎം നേതാവ് പി ജയരാജൻ കൂത്തുപറമ്പ് കേസ് ഓർമ്മിപ്പിച്ചു. നിയമനത്തെ ചോദ്യം ചെയ്തില്ലെങ്കിലും പി ജയരാജന്റെ പ്രതികരണമാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. കൂത്തുപറമ്പ് വെടിവെപ്പിന് ഉത്തരവാദികളായിട്ടുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടും അന്ന് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നിരുന്നതാണ്. ഗവൺമെന്റ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഗവൺമെന്റ് തങ്ങളുടെ മുന്നിലുള്ള വന്ന നിർദ്ദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തീരുമാനമെടുത്തതാണ്. ആ തീരുമാനത്തെക്കുറിച്ച് ഗവൺമെന്റാണ് വിശദീകരിക്കേണ്ടത്. കൂത്തുപറമ്പ് വെടിവെപ്പിൽ റവാഡ നിരപരാധിയാണെന്നാണ് സർക്കാർ വാദം. പത്മനാഭൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിൽ റവാഡയ്ക്കെതിരെ പരാമർശമില്ലെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കുന്നു. റവാഡയുടെ നിയമനത്തെ ന്യായീകരിച്ച സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും രംഗത്തെത്തി. ഗവൺമെന്റ് തീരുമാനത്തിന്റെ ഒപ്പം നിൽക്കുക എല്ലാവരും നോക്കാം. പാർട്ടിക്ക് പറയുന്ന തീരുമാനമുള്ളത് അല്ലെങ്കിൽ തീരുമാനം ആ രീതിയിൽ എടുക്കുന്ന എന്തെങ്കിലും വ്യതിരിക്തത വേണം. ഒരു വ്യതിരിക്തതയില്ല. കൂത്തുപറമ്പ് വെടിവെപ്പിന് ശേഷം സർവീസിൽ തിരിച്ചെത്തിയ റവാഡയ്ക്ക് പ്രധാന ചുമതലകൾ നൽകിയത് LDF സർക്കാരാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ന്യായീകരിക്കുന്നുണ്ട്. രാഷ്ട്രീയ വിവാദങ്ങൾക്കപ്പുറം സേവന കാലയളവിലെ മികവ് മാത്രമാണ് പോലീസ് മേധാവി നിയമനത്തിൽ പരിഗണിച്ചതെന്നും സർക്കാർ വിശദീകരിക്കുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.